കർത്താവിന്റെ ധന്യനാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ അനുഗ്രഹ നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു. യഹോവയായ ദൈവം സൂര്യനും പരിചയമാണ്. നേരോട് നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും അവിടുന്ന് മുടക്കം വരുത്തുകയില്ല. ഇന്നലകളിൽ നടത്തിയ ദൈവം നാളുകളിലും നടത്തും. ഇന്നലകളിൽ കൂടെ ഇരുന്ന ദൈവത്തിന്റെ കരം ഇന്ന് നാളെയും കൂടെ ഇരിക്കും, മേലാലും കൂടെ ഇരിക്കും. ഒരു ഉറപ്പ് നമ്മുടെ അകത്ത് എപ്പോഴും ഉണ്ടാവണം. ഈ ദൈവം ഉന്നതനായ ദൈവമാണ്. വീഴാൻ ആര് തള്ളിയാലും നമ്മൾ നിലം പരിചാരില്ല, കാരണം കീഴേ ശാശ്വത ഭുജമുണ്ട്. അതുകൊണ്ടാണ് അവിടുത്തെ വചനം പറയുന്ന പുരാതനായ ദൈവം നമ്മുടെ സങ്കേതം, കീഴേ ശാശ്വത ഭുജങ്ങൾ ഉണ്ട്. പ്രിയ സഹോദരങ്ങളെ, ശ്രേഷ്ഠകരമായ ഭുജത്തിന്റെ കീഴിൽ നമ്മളെ വഹിക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. എന്റെ ദൈവത്തിന്റെ കരം അതിശ്രേഷ്ഠമാണ്. എവിടെ നീട്ടിയിട്ടുണ്ടോ അവിടെ അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. ശത്രുവിന്റെ മേൽ നീട്ടിയപ്പോൾ ശത്രുശക്തികൾ തകർന്നു തരിപ്പടമായി. സമുദ്രത്തിന്റെ മേൽ ആ ഭുജത്തിന്റെ ശക്തി ഇറങ്ങി വന്നപ്പോൾ വഴിമാറത്തില്ലെന്ന് പറഞ്ഞ സമുദ്രം രണ്ടായി വിഭജിക്കപ്പെടുകയാണ്. യേശുവിന്റെ കരം മാറാരോഗികളുടെ മേൽ നീട്ടിയപ്പോൾ വിട്ടുമാറാത്തത് ഒറ്റ സെക്കൻഡ് കൊണ്ട് മാറിപ്പോയി. പ്രൈസ് ദി ലോർഡ്. എവിടെ അക്കരം തൊട്ടിട്ടുണ്ടോ അവിടെ ഒക്കെ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ജ്വരം ബാധിച്ച് ക്ലേശിക്കപ്പെട്ട് എഴുന്നേൽക്കാൻ കഴിയാതെ കിടന്ന പത്രോസിന്റെ അമ്മായിമ്മയെ പിടിച്ചെഴുന്നേൽപ്പിച്ച കരത്തിന്റെ ശക്തി ഇന്നും എഴുന്നേൽക്കാൻ കഴിയാത്ത ചിലരെ എഴുന്നേൽപ്പിക്കുന്നു. സ്തോത്രം ചെയ്ത് നമുക്ക് ദൈവത്തെ ആരാധിക്കാമോ? കുറുകിപ്പോകാത്ത കരം, മന്ദമാകാത്ത ചെവി എനിക്കും എന്റെ കുടുംബത്തിനു വേണ്ടി ഇന്നും വെളിപ്പെട്ട് വരുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കട്ടെ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം, വീര്യം പ്രവർത്തിക്കുന്ന ദൈവം, അടയാളങ്ങളുടെ ദൈവം. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അവിടുന്ന് തന്റെ വചനത്തെ ഉറപ്പിച്ചതുപോലെ ഇന്നും അത് ചെയ്യും. വിശ്വസിക്കാൻ തയ്യാറാകൂ. ഉറപ്പിക്കേണ്ടതിനെ ദൈവം ഉറപ്പിക്കും. ആരെങ്കിലും ചഞ്ചലിക്കുന്നുണ്ടെങ്കിൽ എന്റെ കയ്യ അത് ചെയ്തതെന്ന് അവിടുന്ന് വെളിപ്പെടുത്തും കേട്ടോ. ഇസ്രായേലിന്റെ പരിശുദ്ധനെ സൃഷ്ടിച്ചുവെന്നും അവരുടെ കൈ അത് ചെയ്തിരിക്കുന്നുവെന്നും എല്ലാവരും കണ്ട് ഗ്രഹിച്ച് മനസ്സിലാക്കാൻ അവിടുന്ന് അത്ഭുതങ്ങളിലൂടെ നമ്മെ നടത്തും എന്നുള്ളതിന് സംശയമില്ല. ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമായ ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പോൾ തന്നെ നമുക്കെതിരെയുള്ള ആലോചനകളെയും പദ്ധതികളെയും പൊളിക്കുന്ന, ആലോചനയെ മറിക്കുന്ന ഒരു ദൈവം കൂടെയാണ് നമ്മുടെ ദൈവം. യെസ്, മനുഷ്യരൊക്കെ വാക്ക് മാറിയപ്പോഴും എന്റെ ദൈവം വാക്ക് മാറ്റിയില്ല. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും ഇവിടുത്തെ വാക്കുകൾ എന്നാണ് ആ പ്രവചന ശബ്ദത്തിന്. വർഷങ്ങൾ കഴിഞ്ഞാലും മാറ്റമില്ല. അബ്രഹാമിനോട് അരുളി ചെയ്ത വാഗ്ദത്തം, ഈ ജനത്തെ ഞാൻ പ്രവാസത്തിൽ നിന്നും മിസ്രയീമിന്റെ ശക്തികൾ അടിമത്തത്തിൽ നിന്നും 400 സംവത്സരം കഴിഞ്ഞ് പുറത്തു കൊണ്ടുവരുമെന്ന് ദൈവം അരുളപ്പാടറിയിച്ചു. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ അവിടെയായിരുന്ന ജനം വിചാരിച്ചിനിയും എല്ലാം തീർന്നു, ഒന്നും നടക്കില്ല, കുടുങ്ങിപ്പോയി, സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു, സാധ്യതകൾ അടഞ്ഞു, എല്ലാം വിരോധമായി തങ്ങൾക്കെതിരെ നിൽക്കുകയായ രാജ്യവും നിയമങ്ങളും അധികാരങ്ങളും ജനങ്ങളും അവിടെയുള്ളവർ തന്റെ ജനത്തിനെതിരെ നിൽക്കുക. പക്ഷേ ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിന്റെ ടൈമായപ്പോൾ എതിർക്കാൻ ആരൊക്കെ നോക്കിയോ, പിടിച്ചു നിർത്താൻ ആരൊക്കെ നോക്കിയോ വിടത്തില്ലെന്ന് പറഞ്ഞോ, അവന്റെ മുമ്പിൽ കൂടെ തന്നെ തന്റെ ജനത്തെ പുറപ്പെടുവിച്ചത് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഇന്നും നിറവേറും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് പ്രിയരെ. ആർക്കും അതിനെ തടയാൻ പറ്റില്ല. യേശു പറഞ്ഞു, ഞാൻ മരിച്ചടക്കപ്പെട്ട് 3-ാം ദിവസം 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും.
തടയാനാവുന്നത്ര പദ്ധതികൾ തയ്യാറാക്കിയില്ലേ? പക്ഷേ എന്തെങ്കിലും സംഭവിച്ചോ? തടയാൻ നോക്കുന്നവർ നിശ്ചലമായി നിന്നു. വാക്തത്വമുള്ളവൻ കല്ലറകളെ ഭേദിച്ചുകൊണ്ട് പുറത്തു വന്ന പ്രവചന ശബ്ദത്തിന് ഒരു കാലഘട്ടത്തിലും മാറ്റമില്ല. മലാക്കി 3:11 ഞാൻ വെട്ടുക്കിളിയെ ശാസിക്കും, അത് നിങ്ങളുടെ നിലത്തിലെ അനുഭവം നശിപ്പിച്ചു കളയില്ല. പറമ്പിലെ മുന്തിരിവള്ളിയുടെ ഫലം പാകമാകാതെ കൊഴിഞ്ഞു പോകയില്ല എന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ അരുളപ്പാട്. ഈ അധ്യായത്തിലാണ് പറയുന്നത്, യഹോവയായി ഞാൻ മറാത്തവൻ. പ്രിയരെ, ആരും അറിയാലും ആരും മറന്നാലും, ആര് സഹായിച്ചില്ലെങ്കിലും ആര് സംസാരിച്ചില്ലെങ്കിലും സ്വാന്തനിപ്പിച്ചില്ലെങ്കിലും ഒരുവൻ മാറാതെ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മോശ പ്രാർത്ഥിച്ച പ്രാർത്ഥന, കർത്താവേ, അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാണ്. മാറാത്ത ഒരു തലമുറകൾ മാറിയാലും എന്റെ ദൈവം മാറുകയില്ല. കൊരവുത്തന്മാർ പാടിയത് കൊണ്ടാണ്, കർത്താവേ, കഷ്ടങ്ങളിൽ അങ്ങേറ്റവും അടുത്ത തുണയാണ്. തുണകൾ പലതും മാറുമ്പോൾ മാറാത്ത തുണയായ ഒരുവൻ ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് ആധികാരികമായി വിളിച്ചു പറയാൻ ഭക്തന്മാർക്ക് ദൈവം ഇടയാക്കിയതിനായി നമുക്ക് സ്തോത്രം ചെയ്യും. ഇവിടെ പറയുന്നു, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം, ദൈവത്തിന് കൊടുക്കേണ്ട മാന്യത. ഇവിടെ ദശാംശവും വഴിപാടും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരിക. പ്രിയരെ, ദൈവം നൽകിയതിൽ നിന്ന് വേർതിരിച്ചു കൊടുക്കാൻ, ദൈവം നൽകിയ നന്മകൾ ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി വിനിയോഗിക്കാൻ, ചെലവാക്കാൻ തയ്യാറായാൽ, ഇവിടെ പറയുകയാണ്, എന്റെ ആലയത്തിൽ ആഹാരമുണ്ടാകാൻ നിങ്ങൾ ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരണം, അപ്പോൾ ഞാൻ ആകാശത്തിന്റെ കിളിവാതിൽ തുറക്കും. ദൈവനാമത്തിനു വേണ്ടിയുള്ളതൊന്നും നമ്മൾ പിടിച്ചു വെക്കരുത്. നമ്മുടെ സമയം 24 മണിക്കൂറിൽ 2 മണിക്കൂർ 40 മിനിറ്റ് എങ്കിലും കുറഞ്ഞതൊരു ദിവസം ദൈവത്തിന്റെ മഹത്വത്തിന് വർണ്ണിക്കാൻ, ആത്മാവിൽ പ്രാർത്ഥിക്കാൻ, വചനത്തിന് പ്രാധാന്യം കൊടുക്കാൻ, ദൈവമായി ബന്ധപ്പെടാൻ, സംസാരിക്കാൻ, മറ്റും എല്ലാത്തിലും ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുക്കാൻ തയ്യാറായാൽ, നമ്മൾ പലതും നമ്മുടെ മാനദണ്ഡം അനുസരിച്ച് ചെയ്യുക. അങ്ങനല്ല, കൊടുക്കേണ്ട മുഴുവൻ മഹത്വവും അതുപോലെ കൊടുത്താൽ ദൈവം നിങ്ങളെ കൈവിടില്ല, നിങ്ങളുടെ ജനറേഷനെ കൈവിടില്ല. നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും പണ്ട് ഇല്ലായ്മയിൽ നിന്ന് ദൈവത്തിന് വേണ്ടി കൊടുത്തെങ്കിൽ അവർ ആരാധന കൊടുത്തു, ബഹുമാനം കൊടുത്തു, പുകഴ്ച കൊടുത്തു, സമയം കൊടുത്തു, ധനത്തിൽ നിന്ന് കൊടുത്തു, ഇല്ലായ്മയിൽ നിന്ന് കൊടുത്തു. ആ വിധവയായ സ്ത്രീ അവിടെ ഉള്ള സമ്പാദ്യം മൊത്തം ഭണ്ഡാരത്തിട്ടെങ്കിൽ കർത്താവളെ മറന്നു കളഞ്ഞിലൂടെ പറയുന്നു, അങ്ങനെ ചെയ്താൽ ഞാൻ വെട്ടുക്കിളിയെ ശാസിക്കും. കടന്നു കയറി നിൽക്കുന്ന, ആധിപത്യം ചെലുത്തുന്ന, വിളവെടുക്കുവാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ നിൽക്കുന്ന ശക്തമായ വെല്ലുവിളികൾ ശാസിക്കപ്പെടണമെങ്കിൽ ദൈവത്തിന് കൊടുക്കേണ്ട മുഴുവൻ മഹത്വവും ദൈവത്തിന് കൊടുക്കണം, ബഹുമാനം ദൈവത്തിന് കൊടുക്കണം, പ്രാർത്ഥിക്കണം, ദൈവത്തെ ആരാധിക്കണം, വചനം ധ്യാനിക്കാൻ സമയം കണ്ടെത്തണം. അപ്പോൾ തന്നെ ദൈവം നൽകുന്ന നന്മകൾക്ക് അതിനനുസരിച്ച് ദൈവത്തിന് കൊടുക്കാൻ തയ്യാറായാൽ വെട്ടുക്കിളികൾ ശാസിക്കപ്പെടും, ചോർച്ചകൾ നിന്നുപോകും, ദൈവമഹത്വം വെളിപ്പെടും. യേശുവിന്റെ നാമത്തിൽ. നോക്കൂ, അടുത്ത ഭാഗം നോക്കൂ. നിങ്ങളുടെ നിലത്തിലെ അനുഭവം നശിപ്പിച്ചു കളയില്ല. നശിപ്പിക്കാൻ വരുന്നതിനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിനൊരു ഉത്തരവാദിത്വമുണ്ട്. തന്റെ ജനം ദൈവത്തിന് വേണ്ടി നിന്നതാ, ദൈവത്തിന് വേണ്ടി ചെലവാക്കിയതാ, ദൈവമഹത്വത്തിന് വേണ്ടി അവർ നിന്നതാ. ദൈവം അവർക്കെതിരെ നിൽക്കുന്ന ശക്തികളെ നശിപ്പിക്കും. നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ നശിപ്പിക്കപ്പെടണമോ, ദൈവമായി ആഴമായൊരു ബന്ധത്തിലേക്ക് കടന്നു വരാൻ തയ്യാറാകണം. അടുത്തത്, പറമ്പിലെ മുന്തിരിവള്ളിയുടെ ഫലം. പലതും പകുതി വഴിക്ക് കൊഴിഞ്ഞു പോകുമ്പോൾ ഓർത്തോണം, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നമ്മൾ കൊടുക്കാത്തതുകൊണ്ടാണ്. പാകമാകാതെ പോവില്ല എന്ന് വെച്ചാൽ പൂർത്തീകരണം കാണിക്കാൻ
എൻ്റെ ദൈവത്തിന് പ്രസാദമാകും. ഇന്ന് പകൽ ഒരു തീരുമാനം ശാന്തമായി എടുക്കൂ. ഈ നാളുകളിൽ കർത്താവിന് കൊടുക്കേണ്ടതുപോലെ ഞാൻ കൊടുക്കും. അവിടുത്തെ മുൻപാകെ ഞാൻ മുട്ടുമടക്കും. ഞാൻ ദേശത്തിന് വേണ്ടി ഇടിവ് നിൽക്കും. ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കും. എനിക്ക് കിട്ടുന്ന നന്മകൾ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ ചെലവാക്കും. അങ്ങനെ നിങ്ങൾ കൃത്യമായി ചെയ്യാൻ തയ്യാറാകണമെങ്കിൽ നശിപ്പിക്കപ്പെടാൻ, വെട്ടുക്കിളി കടന്നു കയറുവാൻ, പാകമാകാതെ കൊഴിഞ്ഞു പോകാൻ എന്റെ ദൈവം അനുവദിക്കില്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനെ ടച്ച് ചെയ്യുക. ദൈവസാന്നിധ്യം ഇറങ്ങട്ടെ, വിടുതൽ വ്യാപരിക്കട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ, ബലം വ്യാപരിക്കട്ടെ. ആത്മാവിൽ നമുക്ക് സ്തോത്രം ചെയ്ത് മഹത്വം കർത്താവിന് കൊടുക്കാം. നടത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രിയരെ, ദാവീദ് പറഞ്ഞതുപോലെ കർത്താവ് എനിക്ക് തന്നു, ഞാൻ കർത്താവിൽ നിന്ന് മേടിച്ച് കൊടുക്കുക. അല്ലാതെ നമ്മുടെ കഴിവുകൊണ്ടല്ല നമ്മൾ നിന്നത്, നമ്മുടെ ബലം കൊണ്ടല്ല നിന്നത്, നമ്മുടെ ആരോഗ്യം കൊണ്ടല്ല നിന്നത്. ആരോഗ്യം ക്ഷയിച്ചാൽ ഒരു ചെറിയ രോഗം മതിയായിരുന്നു. എങ്കിലും ദൈവം നിങ്ങളെ നിർത്തിയതോർത്ത്, ദൈവം നടത്തിയതോർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റണം. പ്രൈസ് ഗോഡ്. അഹങ്കരിക്കരുത്. യെസ്, കഴിഞ്ഞ നാളുകൾ നിങ്ങളെ വിടുവിച്ച ദൈവത്തിന് നന്ദി പറയണം. സൗഖ്യമാക്കിയവന് നന്ദി പറയണം. അവനെ മറന്ന് നിങ്ങൾ പോയാൽ ദൈവത്തിന്റെ കരം ഭാരമാകാതിരിക്കാൻ ഇന്ന് പകൽ മടങ്ങി വരേണ്ട ചിലത് മടങ്ങി വരട്ടെ. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരട്ടെ. നന്ദി പറയാൻ മടങ്ങി വരട്ടെ. അനുദപിക്കാൻ മടങ്ങി വരട്ടെ. നഷ്ടപ്പെടാൻ, ഇല്ലാതാക്കാൻ, തകർത്തു കളയാൻ ശ്രമിക്കുന്നതിന്റെ നടുവിൽ ദൈവം നമ്മളെ സൂക്ഷിക്കാൻ, ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാകാൻ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ, പൂർത്തീകരണം കാണിക്കാൻ നമുക്ക് അവിടുത്തെ മുൻപാകെ ഒന്ന് സമർപ്പിക്കാം, ഒന്നേൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, എന്നെ ഒന്ന് പണിയണമേ. ഞാൻ ആ ട്രാക്കിലേക്ക് മടങ്ങി വരുന്നു. അങ്ങയുടെ സാന്നിധ്യം എന്റെ മേലും എന്റെ ജനറേഷന്റെ മേലും വരണം. അങ്ങേക്ക് കൊടുക്കേണ്ട മഹത്വം കുടുംബമായി കൊടുക്കാൻ, അങ്ങേ ആത്മാവിൽ ആരാധിക്കാൻ, അഭിഷേകത്തോടെ സ്തുതിക്കാൻ, അങ്ങയുടെ വചനത്തിന് പ്രാധാന്യം കൊടുക്കാൻ, ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. യേശുവിന്റെ നാമത്തിൽ സർവശക്തിയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ മഹത്വത്തിനായി സ്തോത്രം, അങ്ങയുടെ കൃപയ്ക്കായി സ്തോത്രം, അങ്ങയുടെ സാന്നിധ്യത്തിനായി സ്തോത്രം, അങ്ങയുടെ സാമീപ്യത്തിനായി സ്തോത്രം. വെട്ടുക്കിളി, തുള്ളൻ, പച്ചപ്പുഴു നഷ്ടപ്പെടുത്തിയത് മടക്കിത്തരാൻ അങ്ങേക്ക് കഴിയും. ഞങ്ങൾ അങ്ങേ ആരാധിക്കുമ്പോൾ, ഞങ്ങളങ്ങേ സ്തുതിക്കുമ്പോൾ, ഞങ്ങളങ്ങേ കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കുമ്പോൾ മടങ്ങി വരേണ്ടത് യേശുവിന്റെ നാമത്തിൽ മടങ്ങി വരട്ടെ. ട്രാക്കിലേക്ക് വരട്ടെ. യഥാസ്ഥാനപ്പെടേണ്ട വിഷയങ്ങൾ യഥാസ്ഥാനപ്പെടട്ടെ. ഇന്ന് പകൽ അങ്ങ് ചെയ്തിരിക്കുന്ന എല്ലാ വിടുതലുകൾക്കായി സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ, നിയോഗത്തോടെ ദൈവം ഭാഗം നമുക്ക് നമ്മെ സമർപ്പിക്കാം. കർത്താവിന് ബഹുമാനവും പുകഴ്ചകളും കൊടുക്കാം. ഈ വചനങ്ങളാൽ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.